ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമിലി, മെറ്റഫോർ ആൻഡ് പേഴ്സണിഫിക്കേഷൻ. ഇത് മൂന്നും എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സിമിലി എന്ന് പറഞ്ഞാൽ രണ്ട് തിങ്സിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. അതിലെപ്പോഴും ലൈക്ക് ഉണ്ടാവും, ആസ് ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് സെയിം ലൈക്ക് ആസ്, ദ റോഡ് ഈസ് ലൈക്ക് എ റിബൺ. അപ്പോൾ കമ്പയർ ചെയ്യുക റിബണും റോഡുമായിട്ട്. ദ ഫീൽഡ്സ് ആർ ആസ് ഗ്രീൻ ആസ് എമറാൾഡ്സ്. ഷീസ് ഡാൻസിങ് ലൈക്ക് എ സ്വാൻ. അപ്പോൾ ലൈക്കോ ആസ് ഓർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് സിമിലി എന്ന് പറയുന്ന രണ്ട് തിങ്സിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പിന്നെ അടുത്താണ് മെറ്റഫോർ. മെറ്റഫോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ സ്ട്രോങ് ആയിട്ട് ഡീപ്പറായിട്ട് പറയുന്നതാണ്. ദ ആങ്കർ വാസ് ബേസ്റ്റിംഗ് like it was so strong, the anger was strong, like something നമ്മൾ ഡീപ്പറായിട്ട് പറയുന്നത്. the road is a silent storyteller, സംതിങ് നമ്മൾ ഡീപ്പറായിട്ട് പറയുന്നു. അതിനെയാണ് നമ്മൾ ഈ മെറ്റഫോർ എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹ്യൂമൺ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് നേച്ചറോ അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഹ്യൂമൺ ചെയ്യേണ്ട അതിന് എക്സാമ്പിൾ എന്താ, ട്രീസ് വിസ്പേർഡ് ടു മീ, the leaves are dancing like a puppet in the breeze, the sun smiled over the village. അതൊക്കെ ഈ കൂടുതലും പോയത്തിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ പേഴ്സണിഫിക്കേഷൻ. അപ്പോൾ ഹ്യൂമൻ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നേച്ചറിലുള്ള എന്തെങ്കിലും വിൻഡോ, ട്രീസ്, ലീവ്സ്, ഇതൊക്കെ ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.